ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാമത്തെ അധ്യായം 23 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത, അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ലോകചരിത്രത്തിൻ്റെ ആദ്യ നാൾ മുതൽ ഉണ്ട്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത സമൂഹത്തിൻ്റെ മറ്റൊരു രൂപം എന്നാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ഹൃദയത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ച്, ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടല്ലോ. എന്നാൽ അതില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം അനാദികാലം മുതലേ ഉണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. അത്തരക്കാരുടെ വിശ്വാസത്തിൻ്റെ മൗഢ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈശോ തിരുവചനത്തിലൂടെ ഉദ്യമിക്കുക. മനുഷ്യബുദ്ധിയിൽ ഉൾക്കൊള്ളാനാവാത്ത, നിറം പിടിപ്പിച്ച അസംഭവ്യമായ ഒരു കഥ ഈ സദൂക്കേ പക്ഷം ഈശോയുടെ മുമ്പിൽ ഉയർത്തുകയാണ്. 7 സഹോദരന്മാർ തുടരെ മരണമടയുന്നു. ആദ്യത്തവൻ വിവാഹം ചെയ്ത ഭാര്യയെ സഹോദരനെ കൈമാറുന്നു. അവൻ മരിക്കുന്നു, വീണ്ടും മരിക്കുന്നു. അങ്ങനെ 7 പേരുടെയും ഭാര്യയാകാൻ നിയോഗം ലഭിച്ച ഈ സ്ത്രീ അവസാനം മരിക്കുന്നു. ഈ അസംഭവ്യ കഥ ഈശോയുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ട് സദൂക്കയർ ചോദിക്കുകയാണ്, പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഈ ലോക ജീവിതത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത. മലയാളികളുടെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ പാടിയിട്ടുണ്ടല്ലോ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് മറ്റൊന്നുമില്ല, ഇവിടം കൊണ്ടെല്ലാം തീരുന്നു. ഗ്രീക്ക് സംസ്കൃതിയിൽ എപ്പിക്കൂറിനിസം എന്ന ഒരു തത്വസംഹിതയുണ്ട്. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മറി, ടുമോറോ മേ നോട്ട് കം. ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതകൾക്കപ്പുറത്ത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഭീതിയോടെ കാണാൻ വേണ്ടിയിട്ടൊരു ലോകം അവശേഷിക്കുന്നില്ല എന്ന ചിന്ത, അത് മനുഷ്യൻ്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ്. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഇനി മറ്റൊരു ജീവിതമില്ലെങ്കിൽ ഞാൻ എന്തിന് മറ്റുള്ളവരെ ഭയപ്പെടണം? എനിക്ക് തെറ്റ് ചെയ്യാം, പാപം ചെയ്യാം, ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ വിഹരിക്കാം. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. എന്നെ ശിക്ഷിക്കാൻ ഒരുപക്ഷെ നിയമത്തിൻ്റെ കണ്ണുകൾക്ക്, നിയമത്തിൻ്റെ നൂലാമാലകൾക്ക് സാധിക്കുമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയിലൂടെയൊക്കെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടാൻ പോരുന്ന പഴുതുകൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ എനിക്കെന്തുമാകാം എന്നുള്ള ഒരു ചിന്ത ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വിരിയുന്നു എന്നതാണ് ഈ തിരുവചനത്തിൻ്റെ വിചിന്തനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി. ഫരിസേയ പ്രമുഖരുടെ, സദൂക്കയരുടെ ഈ വാദത്തിന് കൃത്യമായ ഉത്തരം ഈശോ നൽകുന്നുണ്ട്. ഈശോ പറഞ്ഞു, ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ഒരു വ്യക്തതയുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ദൈവസന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിലും യോഹന്നാൻ്റെ വെളിപാട് ഗ്രന്ഥത്തിലും ജെറമിയായും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന സ്വർഗ ദർശനങ്ങളുണ്ട്. ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുന്ന മാലാഖമാരുടെ കൂടെ
ഈ ലോകത്തെ വിശുദ്ധിയിൽ, നന്മയിൽ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനും അണിചേരുകയാണ്. ദുഃഖങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത ഒരു നിത്യത. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തോടൊത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് അവനെ സ്തുതിച്ചുകൊണ്ട് നിരന്തരം ജീവിക്കാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷത്തിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൻ്റെ തിന്മകളുടെ വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവത്തോടൊത്തുള്ള ഈ വാസമാണ്. ദൈവത്തെ ചേർത്ത് പിടിക്കാനാകാത്തവനൊക്കെ ഈ ലോകത്തിൻ്റെ നശ്വരതകളുടെ കെട്ടുപാടുകളിൽ തകർന്ന് തീർന്നു പോകും. മുന്നോട്ട് നീങ്ങാൻ അവന് ആഗ്രഹമില്ല, അവന് സ്വപ്നമില്ല, ഒരു സാധ്യത പോലും അവൻ കൽപ്പിക്കുന്നില്ല. അത് വരുമ്പോൾ ഈ ലോക ജീവിതം കൊണ്ട് അവനെല്ലാം അവസാനിപ്പിക്കും. ഈ ചങ്ങമ്പുഴയൊക്കെ വളരെ ചെറുപ്പത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. നിരീശ്വരവാദ പ്രസ്ഥാനവുമായിട്ട് നടക്കുന്ന എല്ലാവരും ജീവിതത്തിൻ്റെ അന്ത്യവേളകളിൽ ഒരുപക്ഷെ ദൈവത്തെ വീണ്ടും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. യുക്തിവാദികളായിട്ട് മരണമടഞ്ഞവർ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഉണ്ടാകാം. പക്ഷെ അവരാരും നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവരായിരുന്നില്ല. ഈ ലോകം കൽപ്പിച്ച പാഴ് സ്വപ്നങ്ങളിലൂടെ, സുഖലോലുപതയുടെ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ കരാളഹസ്തങ്ങളിൽ ജീവിതത്തെ തളച്ചിട്ടവരാണ് അവർ. ഒരുപക്ഷെ ഈ ഭൂമിയിൽ പോലും സന്തോഷമോ സമാധാനമോ കുടുംബ ബന്ധത്തിൻ്റെ പൗത്രതയോ ഒന്നും ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ ഇടം വരാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ദുര്യോഗമായിരുന്നു ആണ് അവരിൽ പലർക്കും എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് പ്രതീക്ഷയുടെ ഒരു ലോകമാണ്. മഹാജൂബിലിയുടെ ഈ നാളുകളിൽ ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നുണ്ടല്ലോ, പ്രത്യാശയുടെ തീർത്ഥാടകരാകണം നമ്മൾ. പ്രത്യാശയോടുകൂടി സ്വർഗരാജ്യത്തെ പ്രതീക്ഷിക്കുന്നവരാകണം നമ്മൾ. എനിക്കെൻ്റെ ദൈവത്തോടൊത്തുള്ള അനന്തമായ ഒരു വാസം, നാഥനോടൊത്ത്, നാഥനോട് ചേർന്ന്, നാഥനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു വാസം. അതെനിക്ക് സാധ്യമാകാൻ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളും ബന്ധനങ്ങളും പാപചിന്തകളും എന്നെ അരോസരപ്പെടുത്തരുത്. എനിക്ക് അവനോടൊത്തു വാഴണം, അവൻ്റെ നിത്യതയിൽ അവനോട് പങ്കുചേരണം. ഈ വലിയ വിശ്വാസം നമ്മളെ വഴി നടത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഇന്നിൻ്റെ ബന്ധനങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, ഇന്നിൻ്റെ കെട്ടുപാടുകളിൽ തകർന്നു വീഴാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. നല്ല ദൈവമേ, നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ സമ്മാനം സ്വന്തമാക്കാൻ, സ്വർഗരാജ്യമാകുന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ, തടസ്സമായി നിൽക്കുന്ന മേഖലകളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയും, എൻ്റെ വിവേകക്കുറവും, എൻ്റെ പരിചയക്കുറവും, എൻ്റെ പ്രാർത്ഥനക്കുറവും, എൻ്റെ ബലഹീനതകളും ഒക്കെ പരിഹരിച്ച് നല്ല ദൈവമേ, നിൻ്റെ ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷകരാകാൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തുനാഥനും ശിഷ്യന്മാരും ഒക്കെ പ്രസംഗിച്ച അതേ വഴിയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളായി തീരാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒട്ടുമിക്ക ഇടവകകളിലും വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. ഈ വരുന്ന 28-ാം തീയതി ചൊവ്വാഴ്ചയാണ് ധന്യവിശുദ്ധരായ ശിമയോൻ്റെയും യൂദാ തദേവൂസിൻ്റെയും തിരുനാൾ ദിവസമെങ്കിലും സഭ 2 ദിവസം മുമ്പ് പല കൂട്ടായ്മകളിലും ഈ തിരുനാൾ ആചരിക്കുന്നു. ഈശോയ്ക്ക് സാക്ഷിയായി തീർന്ന, ധീര രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ യൂദാ തദേവൂസ്, തീഷ്ണമതിയായിരുന്ന യൂദാസ്, അദ്ദേഹം യൂദാസിൻ്റെ പേരിൻ്റെ
ആ ഒരു ദുര്യോഗം ഏറ്റുവാങ്ങിയവനാണ്. യൂദാസ് കറിയോത്തയുമായിട്ട് പലരും താരതമ്യപ്പെടുത്തതുകൊണ്ട് ഒരു നല്ല മനുഷ്യനായോ നല്ല വിശുദ്ധനായോ ഒരുപക്ഷെ കാലഘട്ടത്തിൽ പരിഗണന ലഭിച്ചത് ഏറെ വൈകിയാണ്. എന്നിട്ടും ദൈവം അദ്ദേഹത്തെ ഉയർത്തി സഭയുടെ ധന്യവിശുദ്ധനാക്കി മാറ്റി. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാക്കി അവനെ ഉയർത്തി. നമുക്ക് പ്രത്യാശയോടെ ഈ ധന്യവിശുദ്ധൻ്റെ മധ്യസ്ഥം കൂടി തേടി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ലോക ജീവിതത്തിൽ എനിക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം എനിക്ക് നേടിത്തരുമെന്നല്ല, ഒരുപക്ഷെ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കാൻ വിശുദ്ധ യൂദാത്ത ദിവസം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈശ്വരവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.